ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാതിരാവിന്റെ പഴുതിൽ wudu എടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് പോയി വന്നപ്പോൾ വെള്ളം കരുതി വെച്ച് കാത്തുനിന്ന റബീഅയോട് ചോദിച്ചു, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമിയോട് പറയുകയാണ്, പാതിരാത്രി എനിക്ക് വേണ്ടി കാത്തുനിന്ന് വെള്ളമെടുത്തു തന്ന പ്രിയപ്പെട്ട റബീഅ, സല്യാ റബീഅ, ചോദിച്ചോ മോനെ റബീഅ, വേണ്ടതു തരാം. വേണ്ടത് കൊടുക്കാൻ അധികാരമുള്ളത് കൊണ്ടാ പറഞ്ഞത്. സൽ മാഷിത, ഇഷ്ടമുള്ള ചോദിച്ചോ. അപ്പോൾ ചോദിക്കപ്പെട്ടയാൾ എന്നെയും നിങ്ങളെയും പോലെയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെക്കാൾ അറിയുന്ന അനുയായിയാണ്. അവിടുന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് നാളെ സ്വർഗത്തിൽ വന്ന് അവിടുത്തോടൊട്ടിയിരിക്കണം. സ്വർഗം ചോദിച്ചത് എനിക്ക് സുഖിക്കാനല്ല, തങ്ങളുടെ കൂടെ ഇരിക്കാനാണ്. അല്ലെങ്കിൽ അസ്അലുക്കൽ ജന്ന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് സ്വർഗം കിട്ടണം നബിയെ. ആ ചോദ്യത്തിന്റെ രസം വേറെ നിലക്കുണ്ടാവുമായിരുന്നു. അപ്പോഴും പറഞ്ഞു, സ്വർഗം വേണ്ടത് എനിക്ക് എന്തിനല്ല, എനിക്ക് ആനന്ദിക്കാനല്ല. എനിക്കായിട്ട് സ്വർഗം ആവശ്യമില്ല, അവിടുത്തെ ചേർന്നിരിക്കാൻ എനിക്ക് സ്വർഗം വേണം. ആ ചോദ്യത്തിന്റെ ആഴത്രയാ. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്നല്ല. അതെ നമ്മളൊക്കെ ചോദ്യം. നമുക്ക് പൊള്ളാൻ പറ്റൂല, നമുക്ക് സുഖം കിട്ടണം. റബീഅ റളിയല്ലാഹു അൻഹുവിന് അതല്ല ചോദ്യം. ഞാൻ ഈ പാതിരാത്രി ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് വെള്ളം കോരി തന്നപ്പോൾ അവിടുത്തോടുള്ള പ്രണയം കൊണ്ട് കാത്തിരുന്ന് തന്നതാണ്. എനിക്ക് നാളെ അവിടുത്തോട് തൊട്ടുരുമ്മിയിരിക്കണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അവഗൈറ ദാലിക യാ റബീഅ, വേറൊന്നും വേണ്ടേ? സ്വർഗത്തിലെ ഹൂറികൾ എന്ന് പറഞ്ഞില്ല, സ്വർഗത്തിലെ കൊട്ടാരെന്ന് പറഞ്ഞില്ല, ലോകത്തെ അധികാരം എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. റബീഅ റളിയല്ലാഹു അൻഹു മഹബ്ബത്തിന്റെ വിസാലിൽ ചേർന്ന് നിൽക്കുന്ന മുഹിബ്ബായിരുന്നു. പ്രണയം കൊണ്ട് ഹൃദയം കോർത്തുവെച്ച അനുരാഗിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, സ്വർഗത്തിന് മുമ്പേ ചോദിച്ചത് അസ്അലുക മുറാഫഖതക എന്നാണ്. റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അതുകൊണ്ടല്ലേ പറഞ്ഞത് സഅലത്തിൽ ജിവാറ ഖബല ദാർ. മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താ? റബ്ബി ബിനി ലി ബൈതക റബ്ബി ബിനി ലി ബൈതൻ ഫിൽ ജന്ന. എനിക്ക് നിന്റെ വീട്ടിൽ, അഥവാ സഅലത്തിൽ ജിവാറ ഖബല ദാർ, വീടിന് മുമ്പേ ചോദിച്ചത് അല്ലാഹുവേ റബ്ബി ബിനി ലി ഇൻദക, നാളെ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് വേണം. അവിടെ പ്രാധാന്യം വീടിനല്ല, നിന്റെ അടുക്കൽ എന്നതിനാണ്. അള്ളാഹിനോട് ചോദിക്കാണ്. അതേ ടോണാണ് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, അസ്അലുക മുറാഫഖതക, എനിക്ക് അവിടുത്തെ മുറാഫഖത്താ വേണ്ടത്. അവിടുന്ന് എവിടെ ഉണ്ടാവുക? സ്വർഗത്തിലാണല്ലോ. ഫിൽ ജന്ന. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് വേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് തൊട്ടുരുമ്മിയിരിക്കുന്ന സ്വർഗം വേണമെന്ന് പറഞ്ഞപ്പോൾ ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ മോനെ റബീഅ, അവഗൈറ ദാലിക്, വേറൊന്നും വേണ്ടേ റബീഅ? വേറൊന്നുമില്ലേ? വേറൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, ആ ഫയല് കൊണ്ടുപോയി ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ഐന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. സാധാരണ മന്ത്രിമാരോട്, പ്രധാനമന്ത്രിമാരോട്, മുഖ്യമന്ത്രിമാരോടൊക്കെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവർ അംഗീകരിച്ച എന്ത് പറയും? ഫയൽ അവിടെ കൊടുത്തേക്ക്, റെഡിയായി. ആ ഫയൽ കൊടുക്കണം എന്ന് പറയുന്ന ഭാഷയാണ് ഐന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. അല്ലാതെ സുജൂദ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്നല്ല, എനിക്ക് തരാൻ പറ്റൂല എന്നല്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അത് നടപ്പിലാക്കണം. ഓരോന്നിനും ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ഹജ്ജിന് പോകാൻ വേണ്ടി സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്നാ വേഗം പാസ്പോർട്ട് എടുത്തോളി എന്ന് പറയും, അല്ലെങ്കിൽ വിസക്ക് കൊടുത്തോളി എന്ന് പറയും, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തോളി എന്ന് പറയും.
അതൊരു പ്രൊസീജിയറാണ്. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഐനി അലാ ദാലിക ബികസറത്തി സുജൂദ്, പാസ്പോർട്ട് എടുത്തോളി, എന്റെ പ്രൊസീജിയറാണ്, കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയാം, റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സിലാക്കിയത് കേവലം ഒരു നിയമം കൊണ്ടുവന്ന നേതാവായിട്ടല്ല, ഖുർആൻ ഓതിത്തരാൻ വേണ്ടി വന്ന കേവലമായ ഒരു അധ്യാപകനായിട്ടല്ല, സ്വർഗത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിധിയായി കണ്ടപ്പോഴാണ് റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോഴാണ് വേറൊരു സ്വഹാബി മുഖമൊക്കെ വിവരണമായി, ഭാവമൊക്കെ മാറി. ആ സ്വഹാബിയോട് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുമ്പോ തങ്ങളെ കാണാൻ പൂതിയാവും, ഓടി ഞാൻ ഇങ്ങോട്ട് വരും, കണ്ണ് നിറഞ്ഞിങ്ങനെ കണ്ടിരിക്കും, ഞാൻ പോവും. ഇതിനെന്താ പറയാ? ഇത്തിബാ എന്നാ പറയാ? ഇഖ്തിദാ എന്നാ പറയാ? ഒന്നുമല്ല. ആ സ്നേഹം, ആ വികാരം, ആ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാനും തങ്ങളും ഈ ലോകത്തുനിന്ന് യാത്രയാകും, അതെന്നേക്കുമുള്ള ഒരു വിരഹമായി മാറിയാലോ, ഒരുപക്ഷെ ഞാൻ അവിടുത്തെ ഒരു അനുയായി എന്ന നിലക്ക് സ്വർഗത്തിൽ വന്നേക്കാം. എന്നാൽ അവിടുന്ന് VIP പദവിയിലായിരിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ഒന്ന് കാണാൻ പറ്റുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായിയുടെ അനുരാഗത്തിന് മുമ്പിൽ നിശബ്ദത പാലിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ സന്ദേശം വരികയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ശരിയായ വിശ്വാസത്തോടെ ജീവിച്ചാൽ ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് VIP ക്ലാസ്സിലെത്താം, ബേജാറാവണ്ട. ഇതാണ് ലോകം. ചില ആളുകള് കമ്മ്യൂണിസ്റ്റ് ആചാര്യനും കമ്മ്യൂണിസവും പഠിച്ചതുപോലെയാണ് ഇസ്ലാമിനെ പഠിച്ചത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്നൊരു സിദ്ധാന്താക്കി അവിടെ വെച്ചു. അതിന് സ്നേഹവും ഇല്ല, സങ്കടവും ഇല്ല, കരച്ചിലും ഇല്ല, വികാരവും ഇല്ല, ഒന്നുമില്ല. ഒരു ജഡമായ ഇസ്ലാമിനെയാണ് അവർ പരിചയപ്പെടുത്തിയത്. അതേ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ആ സ്നേഹ വായ്പകളോടെയാണ് മതത്തെ അടയാളപ്പെടുത്തിയത്. ഈ മതത്തെ നമുക്ക് തന്നത് എങ്ങനെയാ? നമ്മളോട് പറഞ്ഞെന്താ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. എന്നെ സ്നേഹിച്ചോ, അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. എന്നെ പിൻപറ്റിക്കൊള്ളുന്നല്ല, നിയമം പാലിച്ചോളൂന്നല്ല, എന്നെ സ്നേഹിക്കണം. മഹബ്ബത്തെ മുസ്തഫ ശറത്ത് അവ്വലഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മഹബ്ബത്ത് വെക്കണം. ആ മഹബ്ബത്താകുന്നു അള്ളാഹുവിനെ ഇഷ്ടം വെക്കാൻ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ നിബന്ധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയാണ്. ആ ഇഷ്ടത്തിന് എവിടെയാണ് വിലാസങ്ങൾ ഉള്ളത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാഹനം ഓടിച്ച് വേഗം പോയിട്ട് ആ വാഹനം ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് മറിഞ്ഞു തിരിഞ്ഞു വരുമ്പോൾ ചിലര് ചോദിച്ചു, എന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉമറെ അങ്ങനെ ചെയ്തത് എന്ന്. അപ്പൊ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവഴി വന്നപ്പോ ആ വാഹനം ഇങ്ങനെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞിട്ടാ പോയത്. അപ്പൊ എനിക്കും തോന്നി അവിടെ അങ്ങനെ തന്നെ പോണമെന്ന്. വേറൊന്നുമില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരോ ഇരിപ്പിനും കിടപ്പിനും മൂല്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വായിച്ചാൽ ലോകത്തൊരു നേതാവിനെ കുറിച്ചും പരാമർശിക്കാത്ത 1000 അധ്യായങ്ങളുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 835 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. മലയാളം അറിയുന്നവർക്ക് എന്നും അത് കിട്ടുന്നുണ്ടാവും. കന്നഡയിൽ ചിലർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറെ ദിവസങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്, ബംഗളയിലുണ്ട്.
തമിഴിലുണ്ട്, 7 ഭാഷകളിലുണ്ട്. അതിൽ 1 വർഷം എഴുതിയത് മലയാളത്തിൽ 3 വോള്യം പ്രസിദ്ധീകരിച്ചു, 1000 ചില്ലാനും പേജുകളുണ്ട്. 1 വർഷം എഴുതിയ ഇംഗ്ലീഷ് കഴിഞ്ഞ ദിവസം ദുബൈയിൽ വെച്ച് പ്രകാശനം ചെയ്തു, അത് 1000 ചില്ലാനും പേജുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചരിത്രമാണത്. ആരും എഴുതി തീരാത്ത മഹാചരിത്രം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ കുടിച്ചിരുന്നു, പാനീയങ്ങളെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച പഴവർഗ്ഗങ്ങളെ കുറിച്ചുള്ള അധ്യായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന രീതിയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. കിടന്ന രീതിയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇന്ന് നമ്മൾ എഴുതി നിങ്ങളുടെ കൈകളിൽ മൊബൈലിൽ എത്തിയിട്ടുണ്ടാകും. ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു കൈവെള്ളയിൽ വലത്തെ കവിള് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു കിടന്നത് എന്ന്. ഇങ്ങനെ നോക്കി വെച്ചെഴുതാൻ മാത്രം സഹാബത്ത് നോക്കി വെച്ചു ഹൃദയത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമയത്ത് പള്ളിയിൽ കിടക്കുമ്പോൾ ഒരു കാൽ നാട്ടി അതിന്മേൽ മറ്റേ കാൽ എടുത്തു വെച്ചുകൊണ്ട് കിടന്നു എന്ന്. കിടന്നതിനേക്കാൾ വലിയ അത്ഭുതം ആ കിടന്നത് ഞങ്ങൾക്ക് പകർത്തി 1000 ചില്ലാനം കൊല്ലങ്ങളുടെ അപ്പുറത്തേക്ക് കൊടുക്കാനുള്ളതാണെന്ന ബോധം എവിടെ നിന്ന് കിട്ടി? ഇന്ന് നമ്മൾ വായിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നത്, ചാരിയത്, കിടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്തദാനം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറുമ എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവണിഞ്ഞത്, അവിടുന്ന് തൊപ്പി വെച്ചത്, അവിടുന്ന് അരത്തുണി ഉടുത്തത്, അവിടുന്ന് ജുബ്ബ അണിഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും രേഖപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ രേഖപ്പെടുത്തപ്പെട്ട ഒരു നേതാവ് വേറെ ഇല്ല. കാരണം വേറെ ആരെയും അങ്ങനെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആവശ്യം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആദ്യം ചൊല്ലിക്കൊടുക്കേണ്ടത് എന്താണെന്ന് പഠിപ്പിച്ചു. ആ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും പഠിപ്പിച്ചു. അയാൾ വലുതായി മരിച്ചുപോയാൽ മണ്ണറയിലേക്ക് വെക്കുമ്പോൾ എങ്ങനെ കിടത്തണമെന്ന് പഠിപ്പിച്ചു. ഏത് കുപ്പായമിട്ട് എങ്ങനെ കിടത്തണമെന്ന് പഠിപ്പിച്ചു. പോരാ, മറമാടിയിട്ട് നിങ്ങൾ എന്തു ചെയ്തിട്ട് പോരണമെന്ന് പഠിപ്പിച്ചു. മറമാടിയിട്ട് പോന്നാ പോരാ, പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് ദുആ ചെയ്യണേ. അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, പ്രിയപ്പെട്ടവരെ മറന്നേക്കരുതേ എന്ന് പഠിപ്പിച്ചു. മാതാപിതാക്കളാണെങ്കിൽ ഒരിക്കലും മറക്കരുത്. കമാ റബ്ബയാനി സഗീറാ, നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ ഒരാൾ എവിടെ? ഇങ്ങനെ ഒരു നേതാവ് എവിടെ? രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ടോയ്ലറ്റിലേക്കാണ് പോവാ. അതിനു മുമ്പ് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചൊല്ലണം, എനിക്ക് ഉണരാൻ നിയോഗം തന്ന റബ്ബേ നിനക്ക് സ്തുതിയെന്ന് പഠിപ്പിച്ചു. കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ മൂല്യം നൽകുന്ന പ്രഖ്യാപനം ഇത്. കാരണം ഇന്നത്തെ എൻ്റെ ജീവിതത്തിനും വിലയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. എത്രയോ പേര് കിടന്നിട്ട് ജനിച്ചിട്ട് പിന്നെ ഉണർന്നിട്ടില്ല. ഇതിന്റെ ഈ ഉണർവിനൊരു വിലയുണ്ട്. മര്യാദക്ക് സമയം ചെലവഴിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ ആ ഉണർവിന് മൂല്യം കൽപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. എന്നിട്ട് പിന്നെ ബാത്റൂമിലേക്കല്ലേ പോണത്? നിക്ക്, ഏത് കാല് വെച്ച് കയറണം, കയറുമ്പോഴെന്ത് ചൊല്ലണം, കയറിക്കഴിഞ്ഞാൽ എന്ത് ബോധം വേണം, തിരിച്ചിറങ്ങുമ്പോഴെന്താവണം, എല്ലാം പറഞ്ഞു 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 വന്നിട്ട് എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ കിടക്കുമ്പോഴെന്ത് ചൊല്ലണം. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നുണർന്നാൽ എന്ത് ചൊല്ലണം.
സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു പോയാൽ എന്ത് ചെയ്യണം? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒഴിയാൻ പാടില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോഴും ആ പാഠഭാഗങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. എന്റെ സഹധർമ്മിണിയോടൊപ്പം എന്റെ സ്വകാര്യ മുറിയിൽ ഭാര്യയോടൊപ്പം കിടക്കുമ്പോഴും എന്റെ പുണ്യ നബി പറഞ്ഞു തന്ന കാര്യങ്ങൾ പാലിക്കാനുണ്ട്. എല്ലായിടത്തുമുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയ്യുൻ ഫീ ഹയാത്തിനാ, ഹയ്യുൻ മഅനാ വഹയ്യുൻ ഫീ ഖുലൂബിനാ.